എവിടെ പോണ? നീ എവിടെ പോണ? അതിന് എവിടെ പോണ? എവിടെ പോണ? അതാണ് ഞാൻ ചോദിച്ചു, എവിടെ പോണ? എന്റെ കൂടെ പോണ. എന്റെ കൂടെ പറഞ്ഞാ അവനാ നമുക്ക് പോവാ. എവിടെ പോണെന്നൊന്നും പറഞ്ഞില്ല, അതാ കൊണ്ടുപോണ്. എനിക്കറിഞ്ഞൂടാ എവിടെ പോണെന്ന്. എവിടെ വിളിച്ചാലും വരും എന്നുള്ളതുകൊണ്ട് അതാ കൊണ്ടുപോണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാമേ. ബാ, ഇന്ന് ഷോബൂസ് എന്റെ കൂടെ പോണ. എന്റെ കൂടെ പോണ. എന്റെ കൂടെ വരണം. ഇന്ന് ശോഭനെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഇറക്കും. അതിനുള്ള വഴിക്കാണ് കൊണ്ടുപോണേ. അത് നോക്കട്ടെ. നടന്ന് നമ്മൾ ദൂരെ പോകണം. നടന്നു പോവാന്ന് വിചാരിച്ചു. എപ്പോഴും വണ്ടിയിലെ എല്ലായിടത്തോട്ടും പോണേ. ഇന്നൊന്ന് നടന്നു പോവാം. വാ. പിന്നെ തന്നെ വരെയുള്ളൂ. അങ്ങനെ എവിടെ പറഞ്ഞു? എവിടെ പോണ? നമ്മള് ഒരു സ്ഥലം വരെ പോണ്. എവിടെ പോണ? ഈ കൈ ബാക്കി ഇരിക്കണോണ്ട് ആരും വിചാരിക്കരുത് കേട്ടാ. തള്ളി നടത്തണമെന്ന്. ഇങ്ങനെ പോവുള്ളൂ, അല്ലാണ്ട് സ്വമേധ നടക്കൂല. നമ്മളിങ്ങനെ ഒരു കൈ പുറകിൽ വെക്കണം. നമ്മൾ എവിടെ പോയത്? ആയിമല ശിവക്ഷേത്രത്തിൽ പോയപ്പോഴും ഇതുപോലെയായിരുന്നു. ഒരു കൈ ഇങ്ങനെ വെച്ച് തള്ളിയാണ് പോയത്. ആൾക്കാരൊക്കെ എന്നെ തിരിഞ്ഞു നോക്കുന്നു, എവിടെ എന്തോന്ന് കാണിക്കണേന്ന്. കൈ എടുത്താൽ നിൽക്കും. പക്ഷെ ഇപ്പൊ നിക്കണില്ല, അത് വേറൊരു കാര്യം. ഇപ്പതാ ഫോണ് വിട്ട്. ഇത് അവരുടെ സ്ഥലം. എവിടെ പോണ? എവിടെ പോണ? എവിടെ പോണ? എവിടെ പോണ? ഒരിടത്ത് പോണ്. നമ്മളിനി അങ്ങ് എത്തണതുവരെ എവിടെ പോണെന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ ആരുടെ വീടാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഈ വീട് ഇവിടെ എനിക്കറിഞ്ഞൂടാ. വരാറില്ലേ? ഈ വീട് കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇതിപ്പോ വന്ന വീടാണ്. ഇവിടെ മുന്നേ കൊച്ചൊരു പണ്ടത്തെ വീടായിരുന്നു. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ടെറസിന്റെ വീട് കണ്ടാ? ഓല കെട്ടിടമായിരുന്നാ? തയ്യക്കട അത് അപ്പുറത്തമ്മ. തയ്യക്കട ഉണ്ട് അപ്പുറത്ത്. അത് വേറെ വീട്. അതല്ല. ഇതുവഴി നിങ്ങൾ പണ്ട് എവിടെ പോവായിരുന്നു? ഞാൻ പണ്ട് റോഡെ നടന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പോവാനായിട്ട്? നെല്ലിക്കടയിൽ പോവാ. നെല്ലിക്കടയിൽ പോന്നിട്ട് പോവാൻ. നിങ്ങളെ അമ്മയുടെ കാല് ശ്രദ്ധിച്ചു കാണും. ചെരുപ്പ് ഒരു രക്ഷയില്ല, ഇടണില്ല കേട്ടാ. അമ്മ നിങ്ങക്ക് കാല് പൊള്ളണില്ലേ? എവിടെ പോണ? ഇങ്ങോട്ട്. ഇതെവിടെ പോണ വഴിയമ്മ? ഇതെവിടെ പോണ? ഈ വഴി ഏത് പോണെന്ന് അറിഞ്ഞൂടെ? ഇത് പേരാപ്പൂര് ക്ഷേത്രത്തിന്റെ ബാക്കിൽ പോണ വഴിയാണ്. മറന്നുപോയാ? അതല്ലേ ഞാൻ ചോദിച്ചുകൊണ്ട് വരണത്. എനിക്ക് ചെരുപ്പിട്ടിട്ട് കാല് ചൂടടിക്കണ്. അപ്പൊ ചോദിക്കണ, ഞാൻ 19 വർഷം കൊണ്ട് ചെരുപ്പിടാണ്ടല്ലേ നടക്കണ, ഇനി എന്തൊരു ചെരുപ്പെന്ന്. അവർക്ക് പറ്റും, നമ്മക്ക് പറ്റൂല. ശരി, ചെരുപ്പിടാത്തന്നാണ് ചോദിച്ചത് ചേച്ചി. അപ്പൊ എന്താണ് പറ? അത് ഉറക്കെ പറ, കേക്കട്ടെ. ചെരുപ്പൊന്നും വേണ്ട. ചെരുപ്പൊന്നും വേണ്ട. അതെന്ത് ചെരുപ്പ് വേണ്ടാത്ത? ഇനി ചെരുപ്പ് ഇടുന്ന. ഇനി ചെരുപ്പ് ഇടുന്ന. ചെരുപ്പ് ഇടുന്ന കാലോ? അത് വയസ്സായില്ലേ? ഇനി ചെരുപ്പിട്ടുകൊണ്ട് നന്നായിരിക്കും. അത് വയസ്സായില്ലേ? നമ്മക്കൊക്കെ ചെരുപ്പിട്ടില്ലെങ്കിൽ വേദനിക്കുമ്മ. നിങ്ങൾക്ക് ചെരുപ്പിട്ടില്ലെങ്കിൽ പൊള്ളണില്ലേ? എനിക്കൊരു പൊല്ലൊന്നുമില്ല. പൊള്ളണില്ലേ? രാവിലെ ചെരുപ്പുമായിട്ട് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് കുറെ മല്ല യുദ്ധമൊക്കെ നടത്തി. വീട്ടില് നടന്നില്ല. എന്റെ ചെരുപ്പ്, അതായത് അമ്മയുടെ ചെരുപ്പിന് അമ്മ എടുത്ത് കളഞ്ഞ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്റെ ഒരു പഴയ ചെരുപ്പിന് എടുത്ത് കൊടുത്ത്. അതിനെ കയറ്റൂല, ഒരു വിധത്തിൽ കയറ്റൂല. വിരൽ ഇങ്ങനെ വിടർത്തി വെച്ചോണ്ട് എന്റെ കാല് കയറൂല എന്നും പറഞ്ഞോണ്ടിരിക്കണ്. ഇങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞു വിടെന്ന് പറഞ്ഞു. ചേട്ടൻ അറിയാല്ലേ, ഇവരെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ല. ഞാൻ പിന്നും കുളിക്കാനും തുണിയിടാനൊക്കെ നിർബന്ധിക്കുന്നത് ഓക്കെ. അല്ലാതെ വേറൊരു കാര്യത്തിനും ഇവരെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ ചേട്ടൻ സമ്മതിക്കൂല. ചെരുപ്പല്ലാതെ, അതായത് ചെരുപ്പിടാതെ നടക്കുമ്പം ചുമ്മാ വീണോണ്ടിരിക്കുന്നു. ഇനി ഈ റോഡിൽ കൂടെ കൊണ്ടുപോയി ചെരുപ്പിട്ട് ബാലൻസ് ഇല്ലാതെ തട്ടിയടിച്ച് വീണ് എന്തിനാണ് വെറുതെ മുറിവ് കേൾപ്പിക്കണേ? അപ്പൊ എനിക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേര് ചെരുപ്പിട്ട് കൊടുക്കാത്ത എന്തേന്ന് പറഞ്ഞ് കമന്റ് ആയിട്ട് വരും. പക്ഷേ ചെരുപ്പ് ഇടൂല. നിങ്ങളെ വയസ്സാം കാലത്ത് എവിടെ കൊണ്ടുവന്നാണ് ചോദിക്കണത്. ഇത് ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നാണ് ചോദിക്കണേ. അയ്യോ, ഇപ്പൊ വീണാണ് ഞാൻ. ഇതെന്താണ് സ്ഥലം എന്ന് മനസ്സിലായ? ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ബ്യൂട്ടി പാർലർ. ഏത് ബ്യൂട്ടി പാർലർ? ബ്യൂട്ടി പാർലർ കാണിച്ചോട്. ഇവിടെ ആരുണ്ട്? ഇവിടെ ആളുണ്ട്. അമ്മ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായ? എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് നോക്ക്. ഇത് ഏത് കടയെന്ന് സ്ഥലവും നോക്ക്. കടയൊക്കെ കണ്ടുപിടിച്ച്. ഏത് കട? നുള്ളിക്കട തന്നെ മനസ്സിലായ? അപ്പം
നുള്ളിക്കര ഇങ്ങനെ തന്നെ ആയിരുന്നാ പണ്ട്? ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാ? ഇങ്ങനെയില്ല. ഇല്ലേ? ഏതെങ്കിലും ഒന്നിൽ ഉറപ്പില്. അത് വന്നാലും എന്തിനു വന്ന? ഇന്ന പോലെ വിളക്കണം. എന്നെ പോലെ വെളുകണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എവിടെ നിക്കണേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാവിലെ ഒരുക്കി കെട്ടി കൊണ്ടുവന്നത് നമ്മൾ ഓറോറ ബ്യൂട്ടി പാർലറിലാണ്. ഞാൻ ഇന്നലെ ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ ചെന്നപ്പോ അമ്മ സംസാരിച്ച് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എന്നെയും കൂടി കൊണ്ടുപോ പെണ്ണേ, എന്നെയും കൂടി കൊണ്ടുപോ പെണ്ണേന്ന് ചോദിച്ചത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടുപോകണം. അമ്മ പറയുന്ന മാതിരി ഇപ്പൊ ഇത് മാറി എന്നെ പോലെയൊന്നും ആവത്തൊന്നുമില്ല, അത് അമ്മയ്ക്ക് പറഞ്ഞാലൊട്ട് മനസ്സിലാവത്തുമില്ല. പക്ഷെ അമ്മയുടെ ഒരു കംഫേർട്ട്, അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചില്ല എന്ന് തോന്നിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ട് അതേ കൊണ്ടുവന്നു ഇരുത്തേക്കുന്നത്. ഇപ്പൊ പലരും ആരെങ്കിലും ഒക്കെ പറയുമായിരിക്കും പ്രഹസനമായിട്ടാണോ, അല്ലെങ്കിൽ ഇതിന് പിടിച്ച വയസ്സാം കാലത്ത് ഇതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ല, എന്തിനും നമ്മൾ പ്രായത്തിന്റെ നമ്പറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അമ്മ എന്താണ് ബ്യൂട്ടി പാർലർ, അമ്മ ഡ്യൂട്ടി പാർലർ എന്നാണ് പറയുന്നത്. അപ്പൊ ഡ്യൂട്ടി പാർലർ എന്താണെന്ന് അമ്മയെ കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ സൂപ്പർ മാർക്കറ്റ്, അമ്മ എപ്പോഴും ചോദിക്കും എന്താണ് സൂപ്പർ മാർക്കറ്റ്, എന്താണ് സൂപ്പർ മാർക്കറ്റ്, വൺസ് ഞാൻ അത് കാണിച്ചു കൊടുത്തു. അതുപോലെ ഇപ്പൊ ഡ്യൂട്ടി പാർലർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഡ്യൂട്ടി പാർലറിൽ എന്താണ് അമ്മയ്ക്ക് ചെയ്യാൻ പോണേന്ന് കാണിക്കാം. അമ്മ എന്ത് ചെയ്യാൻ പോണോ നമ്മളിപ്പം? ചെയ്യാൻ പോണേ വീട്ടിൽ പോവാം, തിരിച്ചു പോവാം. വെളുക്കണം. പൊറോക്കെ വെളുക്കണോ? ചേടാ, അപ്പൊ പൊറോക്കെ വെളുക്കപ്പോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ചേച്ചിയുടെ ചോദിക്കും, ചേച്ചി പുറം വെളുക്കാൻ വല്ല വഴിയുണ്ടോ? പുറം ആരെപ്പോലെ വെളുക്കണമെന്നാ? ഉമയെ പോലെ വെളുക്കണം. ഇതുപോലെ വെളുക്കണം. അത് കുറച്ച് പാടാണ്. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ത്രെഡ് ചെയ്താലോ? ത്രെഡ് ചെയ്യാൻ എന്താണെന്ന് അറിയാമോ അമ്മ? ഈ ഉമയുടെ പുരുക ഇരിക്കുന്ന കണ്ടോ, അതുപോലെ നല്ല ഷേപ്പ് ആക്കിയാലോ? പുരിയാൻ ഷേപ്പ് ചെയ്ത് തരണം. പിന്നെ ഫേസ് ഇതിനേക്കാളും നന്നായിട്ട് വെളുക്കും. അത്രയും സമയം ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ? ഫേഷ്യൽ ചെയ്യട്ടെ അമ്മ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കണേ. ഓ, ഇന്ന് പിന്നെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വെളുപ്പിക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുക്കണം. കരി എഴുതി തന്നതാരാ? ചെയ്യാവോ? നമുക്ക് ചെയ്യാം. പോയി എന്തിട്ട് ചെയ്യാൻ പോണോ എന്തോ. എന്തിനു പോണേ ഇപ്പം? വേദനയ്ക്കും ശോഭനയ്ക്കും ദേഹം നൊന്താ ശോഭന 1.5 ശോഭനയാണ് ചേച്ചി. പിന്നെ ഇനിയിപ്പൊ എന്തായാലും ഇരുത്തട്ട്. ഒരുപാട് അമ്മമാര് നമ്മുടെ വീട്ടിലുണ്ടാവും, ഇതുപോലെ പല ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന അമ്മമാര്. പറ്റുമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കൊണ്ടുപോയേക്ക്. ഇതിപ്പോ ആഗ്രഹം പറഞ്ഞില്ലേ, ബ്യൂട്ടി പാർലർ എന്താണെന്ന് കാണണം, കൊണ്ടുപോയി. ഞാൻ 2-3 തവണ ബ്യൂട്ടി പാർലറിൽ വന്നെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് എന്താണെന്ന് അത് അറിയണം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഓരോന്ന് പറയും, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുപോകണുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന ഒരു റിസ്കി ടാസ്ക് ആണ്. കാരണം ഒരുപാട് പേര് നെഗറ്റീവ് പറയും. ഈ വയസ്സാം കാലത്ത് കടിച്ചു പിടിച്ചിരിക്കണേട്ടാ, വയസ്സാം കാലത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, വയസ്സ് ഒരു പ്രശ്നമല്ല. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമ്മൾ പ്രായത്തിന്റെ എണ്ണത്തിൽ ഒതുക്കാൻ പാടില്ല. പിന്നെ ഈ ഷോപ്പ് നമ്മുടെ വീടിനടുത്താണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ വൺസ് ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ചേച്ചിയുടെ നല്ല റിലേഷനായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ചേച്ചി അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത് കൊണ്ടുവന്നോട്ടേന്ന് ചോദിച്ചപ്പോ ചേച്ചി പിന്നെന്താ ധൈര്യമായിട്ട് കൊണ്ടുവന്നോ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ നമ്മളൊന്നും ചിന്തിച്ചില്ല. പിന്നെ പ്രായം കൂടിയെന്ന് പറയുന്നത്, പക്ഷെ അമ്മയുടെ ഒരു പ്രായമല്ലേ. ഇവിടെ 60, 65, 70 വയസ്സായ ആൾക്കാർ വരുന്നുണ്ട് ഫേഷ്യൽ ചെയ്യാനും ത്രെഡ് ചെയ്യാനും എല്ലാത്തിനും. പിന്നെ അമ്മയ്ക്ക് അതിനുള്ള ക്ഷമയില്ല. അതെ, അമ്മയ്ക്ക് അതിനുള്ള ക്ഷമയില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ മാതിരി അമ്മ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. വേദന ഉണ്ടോ അമ്മ? ഇല്ലേ? തോൽപ്പിച്ചു കളഞ്ഞു വേദനിക്കൂന്നിട്ട്. പിന്നെ എന്തിനു കരഞ്ഞ? അയ്യാ, പിന്നെ എന്തിനു കരഞ്ഞെന്തിനീ വേദന ഇല്ലെങ്കിൽ? വേദനയൊന്നും ഇല്ലല്ലേ. സുന്ദരി ആവാൻ വേണ്ടി ക്ഷമിക്കും. ഇതാണേണ്ട. ഇനി ഇത് കണ്ടിട്ട് ഇടയ്ക്ക് ഒരു കമന്റ് കണ്ടതാണ്, നീ എന്ന് പറയുന്ന ഭാര്യ കാരണം ഞങ്ങളെ വീട്ടിൽ ഒരു സമാധാനമില്ല, ഏതൊക്കെ ഭർത്താക്കന്മാര് പറയുന്നു അവളെ കണ്ടുപിടി. ഇനി ഇത് കണ്ടിട്ട് ഏതെങ്കിലും അമ്മമാർ ആഗ്രഹം പറഞ്ഞു വന്നിട്ട് അതിനും കൂടി ഞാൻ കേൾക്കേണ്ടി വരരുത്. ആഗ്രഹങ്ങൾ പറയാ, നടത്തി കൊടുക്കുക. എന്റെ അമ്മ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പറയും. പിന്നെ എന്റെ അമ്മ പറഞ്ഞ ഒരു ആഗ്രഹം, സ്കിൻ കെയർ ഓയില് കിട്ടി. അതായത് നമ്മൾ അമ്മ ഇട്ട സ്കിൻ കെയർ ഓയിൽ ഇട്ടപ്പോ അമ്മയുടെ മുഖത്ത് മാപ്പ അടക്കി പോയില്ലേ, അപ്പൊ ആ ഓയിൽ എനിക്കും കൂടെ തരുമോ വേണ്ടേന്ന് ചോദിച്ചു. അത് എന്റെ അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, ലൂസ് ആവട്ടെ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിന് നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് എണ്ണയെന്ന് ചോദിച്ചപ്പോ അമ്മ വന്ന് താ വെണ്ണേന്ന്. പിന്നെ അമ്മയ്ക്ക് ആ ഒരു എണ്ണ ഇങ്ങോട്ട് നീക്കിയമ്മ.
ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കും. ഇവിടെ പിടിക്കണ്ട, ഈ മുകളിൽ പിടിച്ചാൽ മതി. ഇവിടെ അല്ലേ? അങ്ങനെ പിടിക്കും. അമ്മയുടെ നല്ല ലൂസ് സ്കിൻ ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ടല്ലേ? ഇത് വരണില്ല പുഴുത്, സ്കിന്ന് പൊട്ടും. അങ്ങനെ നമ്മൾ അത്രയും സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ. ഓ അങ്ങനെ ഉണ്ടല്ലേ. ഈ കൈ എടുത്തേടി. ഉറങ്ങിപ്പോയാ അമ്മ വേദന ഉള്ളതുകൊണ്ട് ഉറങ്ങൂല. അവിടെ അങ്ങനെ അങ്ങനെ പിടിച്ചാൽ ഉറങ്ങൂല, വേദന ഉള്ളതുകൊണ്ടേ. ഷേപ്പൊക്കെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ചുമന്ന് തുടുത്ത്. പാവം. അമ്മയ്ക്കേ ഒരു ചെറിയ കലാപരിപാടിയും കൂടെ ചെയ്യാന്ന് പറയുന്നത് ചേച്ചി. എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒക്കെ ചെയ്തിട്ട് പോയാൽ ഇനിയിപ്പം ചെറിയൊരു കുഞ്ഞു പരിപാടി. വലിയ പരിപാടിക്കൊന്നും അമ്മ ഇരിക്കൂല, ചെറിയൊരു പരിപാടി. ചേച്ചി പെട്ടെന്ന് തീരണം, എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്താൽ മതിയേ. ഞാൻ നടന്നു വന്നപ്പോ ചെരുപ്പിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് ഹായ് പറഞ്ഞ എന്റെ പിറകിലായിപ്പോയി. അപ്പോൾ മാട്രി ചെരുപ്പ് ഇനിയിപ്പോ ഒരുപാട് പേര് വന്ന് പറയും അമ്മയുടെ ചെരുപ്പിന്റെ പേര് പറഞ്ഞ് ഒരുപാട് പേര് വരും. ചെരുപ്പിടാണ്ട് അമ്മയെ നടത്തിച്ചു, ഈ പൊരി വെയിലത്ത് ചെരുപ്പ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട നിര തന്നെ പരാതികളും ചെരുപ്പ് സ്പോൺസറിങ് ഒക്കെ വരും. നിങ്ങൾക്ക് വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നവർ വരെ ഉണ്ട്. അത് പുതിയ ആൾക്കാരാണ്. പഴയ ആൾക്കാർക്ക് അറിയാം എത്രാമത്തെ ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതെന്നുള്ളത്. ചെരുപ്പിടാൻ അമ്മയ്ക്ക് താല്പര്യമില്ല, അമ്മ ചെരുപ്പിടില്ല. കാരണം ചേട്ടൻ പറയുന്ന മാതിരി ചേട്ടന്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ചേട്ടൻ കണ്ടിട്ടില്ല അമ്മ ചെരുപ്പിടുന്ന കാണുന്നത് ഞാൻ വന്നതിന് ശേഷമാണ്. അമ്മ ചെരുപ്പിടാണ്ട് ഇത്രയും ചുട്ടു പൊള്ളുന്ന വെയിലത്ത് മണ്ണന്തലയും ഓരോ കടകളിലൊക്കെ കമ്മൽ അവിടെ ഉണ്ടാവും. ഓരോ കടകളിലൊക്കെ പോയിട്ടുള്ള ശോഭനയ്ക്ക് ഈ പൊരി വെയിലൊന്നും ഒരു പ്രശ്നമില്ല. അമ്മ ഇങ്ങനെ തന്നെ നടക്കും. ഇത്രയും നാളില്ലാത്ത ഇഷ്ടങ്ങളൊക്കെ നമ്മള് കണ്ണടച്ചിരി ഇത്രയും നാളില്ലാത്ത ശീലങ്ങളൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും അമ്മയ്ക്ക്. ഒന്നാമത് അമ്മയുടെ വിരളറിയൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ വിരലിനിടയിൽ ഒരിക്കലും അമ്മയ്ക്ക് ചെരുപ്പ് അഫോർഡ് അല്ല. അപ്പൊ പിന്നെ നമ്മള് എങ്ങനെയാണ് അമ്മയ്ക്ക് ചെരുപ്പ് നമ്മൾ പുഷ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ അമ്മ നടന്നാലും വീഴും. അപ്പൊ പിന്നെ നമ്മൾ ഈ ചെരുപ്പ് ഇട്ട് നടത്തി ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ വീഴുന്നേക്കാട്ടി, അത്രയും ദൂരമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഒരു 100-200 മീറ്ററേ ഉള്ളൂ, പക്ഷെ എന്നാലും നടന്നു വന്ന് വീഴുന്നേക്കാട്ടി നല്ലത് അമ്മ ചെരുപ്പിടാണ്ട് വരുന്നത് തന്നെയാണ്. അമ്മയുടെ കംഫർട്ടാണ് നമ്മൾ നോക്കുന്നത്. ചേട്ടന്റെ ഇത്രയും നാളിനിടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ചെരുപ്പിടാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അതും നേരെ ആവണില്ല, അമ്മയെ കൊണ്ട് പറ്റണില്ല. അതേപ്പോ ഇവിടെ കരവിരുദ്ധ നടക്കുവാണ് കേട്ടോ. അപ്പൊ ചെരുപ്പിന്റെ കാര്യം ഏതാണ്ട് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവളുടെ ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നാണ് ചോദിക്കണേ. ചോദിച്ചാൽ കുറ്റം പറ. ഇപ്പൊ അവര് സാധൂകരിച്ച് തരും. അവസാനം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. നിങ്ങൾ പറ. എന്നിൽ എല്ലാരും പറഞ്ഞു ഞങ്ങൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ ബ്യൂട്ടി പാർലറിൽ ആരും വരണില്ല. അത് വലിയൊരു വിഷമമാണ്. എല്ലാരും ബ്യൂട്ടി പാർലറിൽ വരണം. എന്നെ നമ്മളെ ചേച്ചി ഇൻവോൾവ് ചെയ്യിച്ചതേ നിങ്ങളുടെ എല്ലാവരും എത്തുമെന്ന് കരുതിയാണ്. ആരും വരണില്ല. ആരും എന്നല്ല, കുറച്ച് പേര് വന്നില്ല എന്ന് പറഞ്ഞാൽ മോശം. ഇപ്പോ കുറച്ച് പേരെത്തി. അങ്ങനെയല്ല, എല്ലാരും വരണം കേട്ടാ. എന്തായാലും എന്നെ ഇത്രയും സുന്ദരി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചിക്ക് നന്നായിട്ട് കാലിബർ ഉണ്ടല്ലോ. ഇപ്പൊ ശോഭനയും സുന്ദരിയാക്കി. താനും കൂടി ഒന്ന് 10 മിനിറ്റ് ഇട്ടേ നമുക്ക്. ഇവള് വരുമ്പോഴത്തേക്ക് ഇവളുടെ കൂടെ വരണം കേട്ടോ. ഞാൻ പറയൂല ഞാൻ വന്നെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെ അറിയും? ഞാൻ വരാം. എന്നെ വിളിച്ചാൽ മതി. ഇവളെ വിളിക്കാം കേട്ടോ. ഞാൻ വരും. ശരി. ഞാൻ വീട്ടിൽ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇവര് കൂടെ വരും. അമ്മ ചോദിക്കണേ മറുപടി. ഇഷ്ടപ്പെട്ടാന്ന്? വേദനിച്ചോ? വേദനിച്ചില്ല. വേദനിക്കാതെ പുരുവൻ ത്രെഡ് ചെയ്യുമെന്നാണ് ചേച്ചി പറഞ്ഞ കേട്ടോ. വേദനിച്ചില്ല. കമ്മൽ ഊരരുതെന്നാണ് പറഞ്ഞത്. ഓ കമ്മൽ ഊരരുതെന്നാണ്. ഇല്ല, എന്റെ പൊന്നിയേച്ചി എല്ലാം ഇളക്കി കളയും. കമ്മലൊക്കെ അമ്മ ഊരിക്കളയും. എന്റെ ഭഗവാനെ, ഇനി എന്ന് വരണം? ഇനി വരണ്ട. ഈ ദൂരോട്ടം ചെയ്താൽ വെളുക്കും. ഇനി അടുത്ത മാസം. മലയാളി അറിഞ്ഞൂടാ ചേച്ചി. അമ്മയെ കൊണ്ടുപോയി നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെ പിന്നെ ചിലവര് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പ്രഹസനം എന്നൊക്കെ പറയാം. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അതെ, വരുമ്പോ ഞാൻ എടുക്കുമല്ലോ. അവനെ എടുക്കാതിരിക്കുക. ശോഭന എൻജോയ് ഈച്ച് ആൻഡ് എവരി മൂമെന്റ്. ഇഷ്ടപ്പെട്ടു. വരാം. അമ്മ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ ചേച്ചി ലൈഫില്
ഫസ്റ്റ് ടൈമാണ് അമ്മ ഇങ്ങനത്തെയൊക്കെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അടുത്ത മാസവും അമ്മ വരാമെന്ന് അമ്മ സ്വമേധയാ പറഞ്ഞത്. അതിനർത്ഥം ഇതൊരു പ്രഹസനമായിട്ടാണെന്ന് ആരും പറയരുത്. ഞാൻ ഈ എന്റെ നൈറ്റിയൊക്കെ എനിക്ക് അമ്മയെ കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടുവന്നു. ഇനി അമ്മയ്ക്ക് വരണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടുവരും. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോൾ കാണുന്നവർ പല മനുഷ്യരുടെ മനുഷ്യരും ഓരോ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആരും മോശമായിട്ട് ചിന്തിക്കരുത്. അമ്മയ്ക്ക് ഒരാഗ്രഹം പറഞ്ഞു, ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് കാര്യം, അമ്മ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന് എന്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ അമ്മ മനസ്സിലാക്കിയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി സൗന്ദര്യം വർദ്ധിക്കുന്ന സ്ഥലമാണ്. കാര്യം എന്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മുഖം സൗന്ദര്യം ഉണ്ടോ, അത് കറുപ്പൊക്കെ മാറും അമ്മ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ബ്യൂട്ടി പാർലറിൽ പോയാൽ സൗന്ദര്യം വർദ്ധിക്കും. അതുകൊണ്ടാണ് എന്നോട് എന്നെ കൊണ്ടുപോവോ പെണ്ണെ എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ കൊണ്ടുവന്നു എന്നുള്ളത് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പേരും എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളവരെയൊക്കെ കൊണ്ടുപോകണം. പിന്നെ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ പറ്റുന്നവര് ആഗ്രഹങ്ങൾ ഇതുപോലെ ബ്യൂട്ടി പാർലറൊന്നല്ല, നമ്മുടെ വീട്ടിലുള്ളവരോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇനി ഒരാഗ്രഹം കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് എന്റെ ആഗ്രഹമല്ല, ആക്ച്വലി നന്ദപ്പന്റെ ആഗ്രഹമാണ്. എന്താ, നന്ദപ്പൻ എപ്പോഴും പറയും, അമ്മ നമുക്ക് അച്ഛാമ്മയും കൊണ്ട് ലുലു മാളിൽ പോവാന്ന് പറയും. അവിടെ മറ്റേ കളിക്കാനൊക്കെയുള്ള ഇതുണ്ട്, അതിൽ നമുക്ക് അവന് പോകണം, അച്ചാമ്മയും കൊണ്ടുപോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലുലു മോളിലോട്ടാണ്. ഒരു വർഷം പോകണം, അവൻ നന്ദപ്പനൊന്ന് ഓക്കെ ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഞാൻ നന്ദപ്പന ഓക്കെ ആകുമ്പോൾ ചിലപ്പോൾ അമ്മ ഒക്കെ ആവില്ല. സ്കൂളിൽ നിന്ന് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അവന് പോകാൻ പറ്റിയില്ല, നമ്മൾ വിട്ടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് അവൻ മിസ് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് അവൻ എപ്പോഴും പറയാം, അമ്മ ഇനി പോകുമ്പം നമുക്ക് അച്ചാമ്മയും കൊണ്ട് പോവാം, നമുക്ക് പോവാന്ന് പറയും. സോ അപ്പൊ ഇനി അവിടെയാണ് അടുത്ത പ്ലാനിങ്, പോണം. സൂപ്പർ മാർക്കറ്റ് എന്ന് എപ്പോഴും പറയുമ്പോൾ അവസരം അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അതൊരു ആശ്ചര്യം വരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും. ഞാനിപ്പോ ഈവൻ പൊങ്കാല സാധനമൊക്കെ നീ എവിടെന്നാ പിന്നെ വാങ്ങിച്ചു വെച്ചപ്പോ ഞാൻ സൂപ്പർ മാർക്കറ്റ്, അമ്മയുടെ ലാംഗ്വേജിൽ പറയുന്നതാണേ, സൂപ്പർ മാർക്കറ്റാന്ന് പറഞ്ഞപ്പോ അമ്മ നീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് അമ്മ ചോദിച്ചില്ലേ. അതുമാതിരി ഇനി ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും, ബ്യൂട്ടി പാർലർ ഇതാണ്, ഇവിടെ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. ഒരു 50 വയസ്സിന് ശേഷമായിരിക്കും അമ്മ ഇതൊക്കെ അറിയാനായിട്ട് വിധിയുണ്ടായിരുന്നേ. ഇതിപ്പോ നമ്മള് ചെറുതായിട്ടൊരു തുടക്കമായോണ്ട് വലിയ മോഡിഫിക്കേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ചെറിയൊരു കരവിരുത ചെയ്തേ. എന്തോ കരവിരുത ചേച്ചി ചെയ്തേ? ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തു, ഡീറ്റാൻ ഇട്ടു. ജസ്റ്റ് ഈ ഭയങ്കരമായിട്ടുള്ള ഈ കരിവാളിപ്പൊന്ന് മാറാൻ വേണ്ടി, വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് മാറാനായിട്ട്. പക്ഷെ അമ്മയുടെ മുഖം നന്നായിട്ട് മാറും. ഈ ബ്ലാക്ക് എല്ലാം നല്ലതായിട്ട് നല്ല ഗ്ലോ വരുന്ന സ്കിന്നുമാണ്. അങ്ങനെ ചേഞ്ചും ഉണ്ടാവും. പിന്നെ അമ്മയ്ക്ക് അത്രയും ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ആണ് ഇത് മാത്രം ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. അടുത്ത മാസം അടുത്ത മാസം എല്ലാ മാസവും വരണം, അപ്പൊ നല്ല സുന്ദരിയാവും. ഞാൻ പൊട്ടനാണ്, മൂകയാണ്, ബദ്രയാണ്, എനിക്കൊന്നും കേട്ടോടാ. യോ ഞാൻ ഒന്നും കേട്ടില്ലേ. യോ ഈ സൈഡ് എന്തോ കേൾവിയില്ല. എനിക്കറിയാം വീട്. ഇവര് എക്യുപ്മെന്റ്സ് എല്ലാം ആയിട്ട് അങ്ങ് വന്നോളൂ, നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് വീട് അറിയാൻ ഞാൻ വന്നിട്ടുണ്ടല്ലോ. ഓർമ്മയില്ലേ ചേച്ചി? പട്ടിയൊക്കെ കൂട്ടിയിലാണ്. ഞാൻ ഈ ബ്യൂട്ടി പാർലറൊന്നും പോവാറില്ല കേട്ടാ. ഞാൻ ഈ പ്രൊമോഷൻ ഇവിടെ വന്ന് ഈ ചേച്ചിയായിട്ട് ടൈപ്പിലായി ഈ പരിപാടിയൊക്കെ തുടങ്ങിയതാ. ഞാന് ഇപ്പോഴാണ് ഈ കരവിരുതിനൊക്കെ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയപ്പോ കൂടെ തന്നെ അമ്മയും കൂടെ അങ്ങ് ഇറക്കി. ഹോബി എന്ന് പറയുന്നത് കരിയില ഉറക്കലാണ്. അപ്പൊ കരിയില ഉറക്കാനായിട്ട് അമ്മ വെയില് മഴയൊന്നും ഇല്ലാണ്ട് അങ്ങ് നടക്കും. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അമ്മയുടെ ലൈഫിൽ ഒരു സമയത്ത് പോലും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല അമ്മ ഭാവിയിൽ ഇങ്ങനെ എവിടെ പോകും, ഇന്നത് കാണും, ഇന്ന ഡ്രസ്സ് ഇടും, ഇന്ന ഭക്ഷണം കഴിക്കും എന്നൊന്നും ഒരിക്കലും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. അമ്മ മാത്രമല്ല, ചുറ്റുപാടുള്ളവരോ അല്ലെങ്കിൽ അമ്മ അറിയുന്നവരാരും, പ്രത്യേകിച്ച് ശോഭന ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റാൻഡപ്പിൽ എത്തും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത് കേട്ടാ. പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടാണ്. ഞാൻ അവളുടെ അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, അവളെ പേരോ അങ്ങനെ ഒന്നും പറയണില്ല. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ ജാതകത്തിൽ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് ജാതകത്തിലുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, കോർപ്പറേഷനിൽ ചവറുവാരെല്ലാം ഗവൺമെന്റ് ജോലി അടി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കോർപ്പറേഷനിലെ ചവറ് ജോലി നല്ലൊരു സൂപ്പർ ജോലിയാണ്, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ആ ജോലി. അപ്പൊ അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം. അന്ന് പ്രായമാണ്. ഇന്ന് ഞാൻ ഗവൺമെന്റ് ഫോമിൽ ഞാൻ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മാറി നിൽക്കുന്നതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോ അവള് പറഞ്ഞത് ഒരു ചവർവാരൽ എന്ന് പറഞ്ഞ ഏറ്റവും ഒരു ലോവസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിന്ന പൊസിഷൻ നല്ലൊരു പൊസിഷനാണ്. പക്ഷെ ഇവൻ ചവറുവാരലാണെങ്കിൽ പോലും അത് നല്ലൊരു ജോലിയാണ്. പക്ഷെ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യരുത്. ഞാൻ ഉദ്ദേശിച്ച അത്രയേ ഉള്ളൂ. അവളന്ന് ഞാൻ ഏറ്റവും താഴത്തെ ഒരു ജോലിയിൽ തുടരും എന്ന് പറയേണ്ടി വന്നു. പക്ഷെ ഞാൻ ഹൈ ഒരു പോസ്റ്റിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോ എന്ന മാതിരി ശോഭന താഴെ കിടക്കേണ്ടി വരും എന്ന് കരുതി ഇന്ന് ശോഭന അടിപൊളിയായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ട് നിൽക്കുന്നു. സോ നെവർ ബ്ലെയിം. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല ആരും കൊടുത്തേക്കുന്ന ദൈവം കൊടുത്തേക്കുന്ന കാഴ്ചപ്പാട്. അയ്യോ, എന്ത് ചെയ്യാൻ വേണ്ടി വന്ന ആള് പാവം കേട്ടാ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ചേച്ചി നോ പറഞ്ഞു ഇവിടെ. ഹെയർ കട്ട് ചെയ്യാൻ വരെ ആൾക്കാർ നിങ്ങൾ കാണുമ്പോൾ കൂടെ തുടങ്ങായിരുന്നല്ല. സ്പേസ് ഇല്ല അല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത് ആ പെണ്ണ് അവിടെ പോയെന്ന്. പെണ്ണ് ഇവിടെ ഉണ്ടേ. പെണ്ണിൻ്റെതായ കുറച്ച് ജോലിയില് എന്തായാലും വന്ന് ചേച്ചിയെ പറ്റണം കുറച്ച് മാക്സിമം മോലാക്കിയിട്ട് പോവാം. നല്ലൊരു കളർ കിട്ടിയതേണ്ട, നല്ല സൂപ്പർ കളർ വേണ്ട. വാങ്ങാൻ പോയാൽ നമുക്ക് കിട്ടോ ഈ കളറ്? വേണ്ട, ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നേണ്ട. ഇതിന്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചതാ. കൊള്ളൂലേ? ഈ കയ്യിലിടൂല, ഞാൻ ഈ കയ്യിലാത്തിടുള്ളൂ. കൊള്ളാല്ലേ? നല്ല കളറല്ലേ? യോ വേണ്ട, മൂടി വെക്കാം. സുന്ദരി ആയില്ല? വെളുത്തല്ല? വെളുത്ത അമ്മ വെളുത്തല്ല? വരാനൊന്നും ഉദ്ദേശമൊന്നുമില്ല എന്താപ്പാ? നോക്ക്, ഈ കാണുന്ന എല്ലാ സ്പെയർ പാർട്സുകളും വീണ് കിട്ടിയ. വീഴാതെ സൂക്ഷിച്ച് നടക്കണം കേട്ടാ. അതിലിപ്പോ ചെരുപ്പെടുത്ത് കളഞ്ഞാ വീഴാതെ വന്നാലേ ചെയ്യുള്ളൂ. ഇനി വീഴല്ലേ കേട്ടോ. അത് ചേച്ചി അമ്മായി ഇപ്പൊ അല്ല നമ്മളിപ്പോ ഇങ്ങനെ നടക്കുമ്പോ ഒരു കല്ലുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും മാറ്റി നടക്കും. അമ്മ ആ കല്ലൊന്നും ശ്രദ്ധിക്കൂല, അങ്ങ് പോയി അങ്ങ് വീഴും. അല്ലാണ്ട് ബാലൻസ് തെറ്റി വീഴുന്നൊന്നുമല്ല. അമ്മ നടന്നു പോവും, ദാ കിടക്കും, എന്നിട്ട് ഇരുന്ന് ചിരിക്കും. സാധാരണ നമ്മളൊക്കെ വീണ എന്തെയാണ്, നമ്മൾ മിണ്ടാണ്ട് എണീറ്റ് അങ്ങ് പോവും. ഇത് അവിടെ നിന്ന് 5-6 ചിരി വെച്ച് എല്ലാവരും അറിയിക്കും വീണം. എണ്ണ കളിയേ ഉള്ളു. എണ്ണ തേക്കാൻ പിന്നെ ഒരു കാര്യം ചേച്ചി, ഒരു എണ്ണ തേച്ചിന്റെ മുടി ഇങ്ങനെ കിടക്കും. സുന്ദരിയായ അമ്മ? സുന്ദരിയായ? എനിക്ക് പതുക്കെ എണീര്, ഇവിടെ ഇങ്ങനെ ഇരുന്ന. സുന്ദരിയായ? അടുത്ത മാസം വിളിക്കണേ. കേട്ടില്ല. കേട്ടില്ല. എനിക്കിവിടെ വരാന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് അവര് എന്ന് പേര് വിളിക്കുവോ? ഞാൻ വിളിക്കൂല. ഞാൻ തന്നെ വിളിക്കണ. കമ്പിളി പോയപ്പോ ഞാൻ കഴിഞ്ഞു വരും. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അത് മാറ്റം വരും എന്ന്. അമ്മ പോവാം, നമുക്ക് പോവാം, ഇറങ്ങാം. ഇനി എന്ത് പറയണ്ട് ചേച്ചിയോട്? തന്നതിനും ചെയ്തതിനും ഒക്കെ നന്ദി പറ. തന്നതിനും ചെയ്തതിനും ഒക്കെ നന്ദി. ചെയ്തതിനും ഒക്കെ നന്ദി. ഇനിയും എന്നെ സഹിക്കണമെന്ന് പറ. അടുത്ത ഓക്കെ ശരി ചേച്ചി, വർക്ക് കിടക്കട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ പതുക്കെ ഇറങ്ങ, പതുക്കെ. ഓക്കെ അപ്പൊ ടാറ്റ. ജനം താണ്ടില്ലേ? ഓക്കെ. ആ മെലി ഇല്ല, കുറച്ചും കൂടെ ഉണങ്ങാൻ ചേച്ചി. എന്നെ വിളിച്ചോണ്ടിരിക്കണ വാവണ്ണേ. ഓക്കെ ടാറ്റ. ടാറ്റ വിടമ്മ. ടാറ്റ. കൊള്ളായിരുന്നാ? എന്തൊരു കൊള്ളായിരുന്നാ? ഇഷ്ടപ്പെട്ടാ? സൂപ്പർ ആയിരുന്നല്ലേ? എന്താണ് ചെയ്തത് ഇപ്പം? അവര് മുഖത്തൊക്കെ ചെയ്ത്. എന്തിനു ചെയ്ത മുഖത്ത്? വെള്ളം അടിച്ചാ? പെയിന്റ്.
വെള്ളം അടിച്ച് പുട്ടിയിട്ട് പറ. വൃത്തിയിട്ട് അയ്യോ. അപ്പൊ കണ്ടല്ലോ അല്ലേ, നമ്മുടെ അറാറ ബ്യൂട്ടി പാർലറിൽ പോയി. പോണം കേട്ടോ, പറ്റുന്നവരൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ചേച്ചിയുടെ അടുത്ത് പോകണം. ചേച്ചി ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ചേച്ചി നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അഗെയിൻ അമ്മയെ പരീക്ഷിക്കാൻ കൊടുത്തത്, ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ നിയർ ബൈ ഉള്ള ആൾക്കാരൊക്കെ പോകണം. അപ്പം ഭയങ്കര വെയില്. ഓക്കെ. ഒരാളൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ സാധാരണക്കാർ തന്നെയാണ് അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ സപ്പോർട്ടാണ് അവരുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് മോസ്റ്റ് ആൾക്കാരും സാധാരണക്കാരാണ്. വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ഉമ്മയുടെ അടുത്ത് വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു പ്രതീക്ഷ എന്നാ പറയണേ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് വരുന്നവരെ നിങ്ങളെല്ലാ പേരും കൂടി സപ്പോർട്ട് ചെയ്യുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. അറോറ ബ്യൂട്ടി പാർലർ അറിയാമല്ലോ, നമ്മളെ സെൻറ് തോമസ് സ്കൂളിനും വയലിക്കടയ്ക്കും സെൻറ്ററിലായിട്ട്, ചൂഴമ്പാല സെൻറ് തോമസ് സ്കൂളിൻ്റെ സെൻറ്ററിലായിട്ട് നുള്ളിക്കട എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്ന. റോഡ് സൈഡാണ്. ഇവിടെ ചുറ്റും ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോകണം ചേച്ചിയുടെ അടുത്ത്. നല്ല സർവീസാണ്, സർവീസ് മനസ്സിലായി കാണുമല്ലോ. അപ്പം എൻ്റെ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ചെയ്തത് വീഡിയോ എടുത്തത്. ഇനി അമ്മ കുറച്ചുകൂടിയൊക്കെ പരിപാടി ചെയ്യും ഞാൻ. അമ്മ ഇനി എപ്പോഴും വരുമോ? എപ്പോഴും കൊണ്ടുവരണം. ഇവിടെ ബോട്ടോക്കാടില്ലേ? ബോട്ടോക്കാടില്ല, ബ്യൂട്ടി പാർലറല്ല. എന്നിട്ട് ഇനി എപ്പോഴും കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബ്യൂട്ടി പാർലർ അടുത്ത മാസത്തിൽ. ഇതാണ് നിങ്ങൾ പറഞ്ഞ തയ്യക്കട. ആ വീട് അവിടെ ഉണ്ട് കേട്ടാ. അടുത്ത മാസത്തിൽ എവിടെ പോണം? അടുത്ത മാസത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് അതിയാണ്, ഇത് ആശുപത്രി അല്ല ഇടയ്ക്കിടയ്ക്ക് പോവാൻ. ഇത് ബ്യൂട്ടി പാർലറാണ്. ബ്യൂട്ടി പാർലർ വഴി കൊണ്ടുവരണം. എന്തിന് എന്നെ കൊണ്ടുവരണം? എന്തിന് ഇനി കൊണ്ടുവരണം. എന്തിന് കൊണ്ടുവരണം അത് പറ. എന്തിന് കൊണ്ടുവരേണ്ട? എന്തിന് ഇവിടെ കൊണ്ടുവന്ന് പെയിന്റ് അടിക്കണം. ഇവിടെ കൊണ്ടുവന്ന് പെയിന്റ് അടിക്കണം. സംഭവം കുറ്റം പറയാൻ പറ്റില്ല. അമ്മ നോക്കിയപ്പോ വെള്ള കളറിൽ അടിക്കുന്ന മാതിരി ഒരു പെയിന്റ്, അതിന്റെ തുമ്പിൽ ഒരു ബ്രഷ്. സ്വാഭാവികമല്ലേ? അയ്യോ വേണ്ട, അതാണ് ഞാൻ പിടിച്ചില്ലെങ്കിൽ നിൽക്കും, നടക്കൂല. അയ്യോ കാല് പൊള്ളണില്ലേ? കാലൊന്നും പൊള്ളണില്ലേ? എനിക്ക് പൊള്ളണം. നിങ്ങൾക്ക് ഒട്ടും പൊള്ളണില്ലേ? എനിക്ക് പൊള്ളൻ. അമ്മയുടെ കാലേ ഈ ചെരുപ്പില്ലാണ്ട് നടന്ന് ആ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്നാണ് തോന്നണ കേട്ടാ. അമ്മയുടെ കാല് നമുക്കൊന്നും പറ്റൂല. എന്തായാലും എന്തോ വീടെത്തി, കുറച്ചു ദൂരേ ഉള്ളു വീടെത്തി. കൊച്ചി എത്തി, വീടെത്തി. വരിക്കപ്പിലാവ് കാച്ചില്ലേ എന്തോ? എവിടെ നിക്കുന്നത്? ശരിയെന്നാ കേട്ടോ, 2 നിക്കുന്നത്. എപ്പാ എക്സ്റേ എടുത്തത്? നിങ്ങളിത് എപ്പാ അറിഞ്ഞത് ചക്ക ഉണ്ടെന്ന്? ഞാൻ കൂടെ വന്നപ്പോ കേട്ടാ. ചക്ക പ്ലാവില് വിളഞ്ഞ ശോഭന അറിഞ്ഞിരിക്കും. വീണ വിളഞ്ഞാൽ അതല്ലേ വീണ. അതാണ് ശോഭനയും ചക്കയും തമ്മിലുള്ള ആത്മബന്ധം. അപ്പൊ എന്തായാലും സുന്ദരി കോത വീടെത്തിയിട്ടുണ്ട്. എന്റെ നന്ദപ്പ അകത്തിരിക്കണം. നന്ദപ്പ രാവിലെ ചെറിയൊരു പണി കിട്ടി. അവന്റെ ചെവിക്കകത്ത് വിരലിട്ട് തോണ്ടി ചെവി നന്നായിട്ട് മുറിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ തുള്ളിയിട്ട് ബ്ലഡ് വീണു ചെവിക്കകത്ത്. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പിന്നെ ഞാൻ നേരെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി, അവിടെ TNT അവൻ കാണിക്കണേ. പിന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. ഡോക്ടർ 3 വട്ടമാണ് കോട്ട് പന്നിയിൽ ആ ബ്ലഡ് തുടച്ചെടുത്തത്. എനിക്ക് തോന്നുന്നു എക്കോസ്പിരിൻ എന്ന് പറഞ്ഞൊരു ക്യാപ്സൂൾ ഉണ്ട്, അത് കഴിക്കുന്നുണ്ടാവാം. മേ ബി ചിലപ്പോൾ ബ്ലഡ് നിൽക്കാത്തതെന്ന് ഡോക്ടർ പറയുന്നു, ആയിരിക്കാം. അപ്പം അങ്ങനെ പിന്നെ കൊണ്ടുപോവേണ്ടി വന്നു. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ആശാനകത്തുണ്ട്. ആശാൻ പിന്നെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ TV-ക്കകത്തിരുന്നോളൂ, വലിയ ശല്യങ്ങളൊന്നുമില്ല. TV കണ്ട് ഇരിക്കാനുള്ള ഒരു പ്രായമായി അവൻ. എന്നിരുന്ന് അഡിക്റ്റ് ഒന്നല്ല കേട്ടാ, ഇരുന്ന് കണ്ടോളൂ. അമ്മ പോയി ഉടുപ്പൂരി കഴുകാൻ കൊണ്ടുപോയേ കേട്ടാ. ഉടുപ്പിൽ ആ പെയിന്റൊക്കെ ആയി, അപ്പൊ കഴുകണം കേട്ടാ. ശരി. ചോര് ഞാൻ സുന്ദരിയായാന്ന് ചോര്. സുന്ദരി ആയെങ്കിൽ പറയണമെന്ന് പറ. സുന്ദരിയായെങ്കിൽ പറയണം. കമന്റ് വേണോന്ന് പറ. കമന്റ് വേണം. ലൈക്ക് വേണോന്ന് പറ. ലൈറ്റ് വേണം. ലൈറ്റാ ഇനിയിപ്പോ അത് പോട്ട്. ഷെയർ വേണോന്ന് പറ. ഷെയർ വേണം. സബ്സ്ക്രൈബ് വേണോന്ന് പറ. ചക്കരപ്പ് വേണം. ചക്കരപ്പം വേണം. എല്ലാം നിങ്ങൾ തന്നിരിക്കണം. വാ പോവാ. ഓ ഹലോ ഗൈസ്, ചെവി പണി തന്നു ഗൈസ് എന്ന് പറ. ഹലോ ഗൈസ്, ചെവി പണി. സ്കൂളിൽ പോയില്ലെന്ന് പറ. അതുകൊണ്ട് കണ്ണടച്ച് സ്കൂളിൽ പോകാൻ